നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായി വരണം, ആ ഒരു പേഴ്സണുമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ചെയ്തു നോക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്രത്തോളം പോസിറ്റീവായി മാറും, ആ ഒരു ഇമോഷനിൽ, ആ ഒരു ഫീലിംഗിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു പേഴ്സണിൽ അങ്ങ് ഓവർ അറ്റാച്ച്ഡ് ആവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ അങ്ങ് ഒബ്സസ്ഡ് ആവും. അങ്ങനെ ആവരുത്. അത് ഓവർ അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പകരം എന്ത് ചെയ്യുക, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയി മാറും, ആ ഒരു പോസിറ്റീവ് ഫീലിംഗിലേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇത് എങ്ങനെ നടക്കില്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ലിമിറ്റേഷൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണ്ടിന്യൂസ് ആയി ഈ രീതിയിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കേണ്ടത്. പകരം ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ആ വ്യക്തിക്കും നിങ്ങളെ ഇഷ്ടമാണ് എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, നാളെ കിട്ടുമോ, ഇങ്ങനെ എപ്പോഴും ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യാതെ ഇംപേഷ്യന്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്, അതായത് ഒട്ടും ഒരു ക്ഷമയില്ലാത്ത രീതിയിലാണ് ആ ഒരു കാര്യത്തിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ അതേ കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും താല്പര്യമുണ്ട്. ഇങ്ങനെയാവുന്ന സമയത്ത് അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻ വാട്സ്ആപ്പ് ചെയ്യുക, നിങ്ങൾക്ക് അയച്ചു തരാം.